നമുക്ക് സവാള കൊണ്ട് ഉള്ളിവട ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഇന്ത്യൻ ക്ലാസിക് ഫ്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 മീഡിയം സൈസ് സവാള വളരെ തിൻ പീസസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും കൂടി തിൻ സ്ലൈസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ചോപ്പറിലിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഇതിലേക്ക് എത്രയാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ചുള്ള എരിവിന് ആവശ്യമുള്ള കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 3/4 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ചേർത്ത് നല്ലവണ്ണം കൈകൊണ്ട് തിരുമ്മി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് വേണം തിരുമ്മി കൊടുക്കാൻ. കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇതുപോലെ നല്ല ഞെരടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കുക. ഈ സവാളയിലുള്ള വെള്ളം ഒന്ന് ഊറി വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് മാവ് ചേർത്ത് കൊടുക്കാം. നമ്മളിത് മാറ്റി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടുതൽ സമയമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം കടലമാവ് ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഒരല്പം കായത്തിൻ്റെ പൊടി കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആദ്യം നമുക്ക് ഈ പൊടിയും ഈ സവാളയും കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ മാത്രം ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഈ മാവും ഇതും കൂടെ വന്ന് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ആണ് നമുക്കിതിൻ്റെ മാവ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരല്പം കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഒരല്പം മാവും കൂടി ചേർത്ത് 1 സ്പൂൺ അളവിൽ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്ത് ഒന്ന് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നന്നായി തിരുമ്മി വേണം നമുക്കിതിൽ യോജിപ്പിച്ചെടുക്കാൻ. മാവ് കൂടിപ്പോയി കഴിഞ്ഞാൽ വടക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഉള്ളി കൂടുതലും മാവ് കുറവെന്നുള്ള രീതിയിൽ വേണം നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പരുവത്തിൽ മതിയാകും. ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് മുന്നായിട്ട് ഞാൻ പറയുന്ന പോലെ തന്നെ ഒരു പ്ലേറ്റിൻ്റെ പുറത്ത് ടിഷ്യൂ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് ഈ ഒരു രീതിയിൽ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒന്ന് പരത്തിയതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരുപാട് എണ്ണ കുടിക്കും. ചെറിയ വടകളായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുത്ത വട ഫ്രൈ ആയിട്ടുണ്ട്. അതിന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് തീ കൂട്ടി വെക്കരുത്. നമ്മൾ തുടക്കത്തിൽ കുറച്ച് തീ കൂട്ടിയിട്ട് ഇടയ്ക്കൊന്ന് മീഡിയം ആക്കി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുത്താൽ നല്ല ഫ്രൈ ആയി കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ പുറം വശം മൊരിഞ്ഞ് വരും, അകം വേഗാകതയും വരും. ഫസ്റ്റ് ബാച്ച് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാൻ ഈ ഒരു രീതിയിലാണ് നമുക്ക് മൊരിഞ്ഞ് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്ത ബാച്ച് നമുക്കിതുപോലെ തന്നെ ഓരോരോ ചെറിയ ബോൾസാക്കി നമുക്ക് ഇങ്ങനെ പരത്തി അങ്ങ് ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ഉള്ളിവട എല്ലാം തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള 10 ഉള്ളിവടകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ റെസിപ്പി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു റെസിപ്പിയായിട്ട് ഉടനെ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.